എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഹണി ബഡ്ജർ എന്ന് പറയുന്ന ഒരു ജീവിയെക്കുറിച്ചാണ്. ഇതിൻ്റെ പേര് വളരെ ഒരു രസകരമായ പേരാണെങ്കിലും കൂടിയിട്ട് ആൾ ഭയങ്കര സാധനമാണ്. ഇതിൻ്റെ പേരാണ് ഹണി ബഡ്ജർ. ഇതെങ്ങാനും നാട്ടിലിറങ്ങിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു കഥ. ആൾ കീരിവർഗത്തിൽപ്പെട്ടൊരു ജന്തുവാണ്. ഇതിന് ഭയങ്കരമായ കട്ടിയുള്ള പുറന്തോടാണുള്ളത്. എണീറ്റ് നിന്നാൽ ഒരു കരടിക്കുഞ്ഞിൻ്റെ പോലെ ഉണ്ടാവും. മരത്തിലൂടെ ഓടുന്നത് കണ്ടാൽ ഒരു അണ്ണാൻകുഞ്ഞ് വലുതായതാണെന്ന് തോന്നും. എണീറ്റ് നിൽക്കുന്നത് കണ്ടാൽ ഒരു കീരി നിൽക്കുന്നത് പോലെ തോന്നും. പക്ഷെ ഇതൊന്നുമല്ല, വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവി കൂടിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തൊലി ആളുകൾ ഇതിനെ കൊന്നിട്ട് വിറ്റ് കാശാക്കുന്നുണ്ട്. എന്തായാലും ശരി, പെട്ടെന്നൊന്നും ആളുകൾക്ക് അതിന് കിട്ടുമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ മുള്ളം പന്നിയുടെ മുള്ള് കൊണ്ടിട്ട് കരയാത്ത ഒറ്റ ജീവിയും ഭൂമിയിലുണ്ടോ എന്ന് തോന്നുന്നില്ല. എങ്കിൽ അത്ര മുള്ളുകൾ ഒരൊറ്റ എണ്ണം ഇതിൻ്റെ മേത്ത് യേശുല. പിന്നെ ചെറിയ ചെറിയ അടക്ക വിളിക്കുന്ന കത്തി പോലെയാണ് ഇതിൻ്റെ ഈ നഖങ്ങൾ. രണ്ട് കയ്യിലും രണ്ട് കാലിലും. അതുകൊണ്ട് തന്നെ ഇത് മണ്ണൊക്കെ മറ്റേ വല്ല ആയുധം കൊണ്ട് നീക്കുന്നത് പോലെ നീക്കുകയും മടകൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇത് നമ്മുടെ കാട്ടിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ അറിവൊന്നുമില്ല. ഇത് വിദേശിയാണ് ആൾ. സിംഹത്തിനൊക്കെ ഒരൊറ്റ മാന്തിൻ്റെ കഴുത്തടക്കം കൊണ്ട് പോരും. ചിലപ്പോൾ സിംഹത്തിൻ്റെ കൊന്നിടും എന്നർത്ഥം. കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു സാധുവാണെന്ന് വിചാരിക്കും. നമ്മളെ നാട്ടിലെങ്ങാനും ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളുടെയും കഥ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് അള്ളാഹു അധികം ഉണ്ടാക്കിയിട്ടില്ല ഇത്തരം ജീവികൾ. അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. നമ്മൾ ഈ അധികം ഉപദ്രവിക്കുന്ന ജീവി വളരെ ചുരുക്കമായിരിക്കും. അധികം ഉപദ്രവിക്കാത്ത ജീവികൾ ധാരാളം ഉണ്ടാവും ചെയ്യും. എന്തായാലും ശരി, സിംഹം വരെ കരഞ്ഞു ഓടുന്നുള്ളതാണ്. പിന്നെ ഇതിനൊരു പ്രത്യേകത ഉള്ളതെന്നാൽ ഈ കുറുക്കൻ കുശു വിട്ടാൽ നമ്മൾ അങ്ങനെ ഒരു പതിവുണ്ടല്ലോ. നമ്മൾ ഈ നായക്കളെല്ലാവരും കൂടി വളയുമ്പോഴാണ് ഈ കുറുക്കൻ നടുവിൽ നിന്നിട്ടൊരു കുശു വിടുന്നത്. അതിൻ്റെ മണം കേട്ടിട്ടുണ്ടെങ്കിൽ നായ ബോധം കെട്ട് വീഴുന്നു. എങ്കിൽ ഇവനക്കുണ്ട് ആ പരിപാടി. അതിനാലെ ഈ ഇവനെ പിടിക്കാൻ വന്ന ജന്തുക്കൾ ബോധരഹിതരായി നിലംപതിക്കുക ചെയ്യാതാണ് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത്. അത്ര ഭീകരനാണ് ഈ കൊടും ഭീകരന്. വേറൊരു ഗുണം എന്താണെന്നറിയാം, പാമ്പിനെ നമ്മൾ വെത്തിലടക്ക ചമക്കും പോലെ ചമച്ചടിക്കും. പാമ്പിന് ഇഷ്ടം പോലെ തിന്നും. പലതരം പാമ്പിനെയും തിന്നുന്ന ഏർപ്പാടുണ്ട്. ഇതിൻ്റെ കൈ കൊണ്ടാൽ തന്നെ പാമ്പ് 2-3 മുറിയായി പോകും. കാരണം ഒരു ബ്ലേഡ് പോലെയാണ് കാണുന്നത് കൈപ്പത്തികളൊക്കെ. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത്തരം ജീവികളെക്കുറിച്ചുള്ള അറിവുമായിട്ട് വീണ്ടും മറ്റൊരു വീഡിയോയിലുമായിട്ട് നിങ്ങളുമായി സംസാരിക്കുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.